വീണ്ടും വീണ്ടും ഭീഷണിയുടെ സ്വരം കടുപ്പിക്കുന്ന അമേരിക്കയ്ക്കെതിരെ ശക്തമായ നീക്കം തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ ആണവായുധം റഷ്യയിൽ നിന്നും വാങ്ങിയെടുക്കും എന്ന് പ്രസിഡന്റ് മസൂദ് പെസക്സിയാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇനി ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ അല്പസമയം സംഭാഷണം നടത്തുന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളും ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം, റഷ്യയാണ് ഇറാനെ കൃത്യമായും സ്പോൺസർ ചെയ്യിപ്പിച്ച് മുന്നോട്ട് കരുത്തു നൽകി കൊണ്ടുപോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടിയുള്ള നീക്കവുമാണ്. നമുക്കറിയാം, റഷ്യ പഴയ സോവിയറ്റ് യൂണിയൻ മാതൃകയിലേക്ക് കരുത്താർജിച്ച് വരുന്നത് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും നേറ്റോ സഖ്യത്തിനും വലിയ തിരിച്ചടിയായി മാറും. കാരണം റഷ്യ ഇപ്പോൾ ഉക്രൈനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വലിയ ഭീഷണിയായി, വലിയ ഒരു വെപ്രാളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു കാരണവശാലും മുന്നോട്ട് ഒരു ഇഞ്ച് പോലും പോകരുത്. അങ്ങനെ പോയാൽ അവരുടെ എല്ലാ പദ്ധതികളും ഗൂഢലക്ഷ്യങ്ങളും തകരുമെന്ന് അവർക്കറിയാം. ഉക്രൈനിൽ സൂക്ഷിച്ചിരിക്കുന്ന മാരകായുധങ്ങൾ, ആണവ റിയാക്ടറുകൾ എല്ലാം പിടിച്ചെടുത്ത് റഷ്യ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇറാന് കൊടുക്കുന്ന സംരക്ഷണം നോക്കൂ, ഇറാൻ അതിന് തിരിച്ചു നൽകുന്ന പ്രത്യുപകാരം നോക്കൂ. ഇങ്ങനെയാകണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം. ഈ സഖ്യം മുന്നോട്ട് പോയാൽ തീർച്ചയായും അധിക താമസിക്കാതെ കൂടുതൽ രാജ്യങ്ങൾ ഈ കൂട്ടുകെട്ടിന് വിധേയപ്പെടേണ്ടി വരും. പറഞ്ഞു വരുന്നത്, മിഡിൽ ഈസ്റ്റിൽ GCC രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാന് വശംവദരാകുന്ന, അല്ലെങ്കിൽ ഇറാൻ്റെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സൗദി പല കാര്യങ്ങളിലും ഇറാനെതിരെ പോരാട്ടത്തിന് വാളെടുത്ത് നിന്നാൽ അതിനെ തടയിടാനുള്ള ആണവായുധം റഷ്യ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് സൗദിയെ തച്ചുടയ്ക്കാൻ, അതുപോലെ തന്നെ UAE തച്ചുടയ്ക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ റഷ്യ നൽകും. അത് മിഡിൽ ഈസ്റ്റിൻ്റെ ഭരണം പരിപൂർണമായി ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ പരിപൂർണമായ നിയന്ത്രണ അവകാശം ഇറാനും, ഇറാനെ ഒപ്പം സഖ്യത്തിൻ്റെ ഭാഗമായി ഇറാനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒമാനും തന്നെയായിരിക്കുമെന്ന് മസൂദ് പെസക്സിയാൻ ഒരു രീതിയിലും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ ഉടമ്പടിയെ വയലേറ്റ് ചെയ്യാനും ഏതെങ്കിലും രാജ്യം ശ്രമിച്ചാൽ അവർ തങ്ങളുടെ ശത്രു രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. തുർക്കിയും പാകിസ്ഥാനും സൗദിയും ചേർന്ന് നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇറാൻ വളരെ വൈകാതെ പൊളിച്ചെടുക്കും. കാരണം ഇറാൻ അറിയാം, ഈ നീക്കങ്ങളെല്ലാം എങ്ങോട്ട് വിരൽ ചൂണ്ടുകയാണ്, ഏതൊക്കെ ദിശയിലേക്കാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ശക്തമായി എതിരിടും എന്ന് പറയുമ്പോഴും ഈ സഖ്യം ഇറാനും കൂടുതൽ ദോഷമാകുന്നു എന്ന് ഇറാന് മനസ്സിലായതോടെയാണ് റഷ്യയിൽ നിന്നും ആണവായുധം വാങ്ങാൻ തയ്യാറെടുക്കുന്നത്. അമേരിക്കയുടെ എല്ലാ വിരട്ടലും അസ്ഥാനത്തായിരിക്കുക.